നമ്മുടെ ഭൂമിക്ക് ചുറ്റും സ്പേസ് ജങ്ക് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ റോഡിലേക്ക് ചപ്പും ചവറും വലിച്ചെറിയാറില്ലേ? അതുപോലെ തന്നെ സ്പേസിലേക്ക് നമ്മൾ ഓരോ ദിവസവും വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകളുടെ അവശിഷ്ടങ്ങളാണ് ഭൂമിക്ക് ചുറ്റും. പലവിധ പഠനങ്ങൾക്കായി സ്പേസിലേക്ക് ദിനം പ്രതി നമ്മൾ അയക്കുന്ന പല ഉപഗ്രഹങ്ങളും ഉപയോഗശേഷം നശിപ്പിക്കാനാകാതെ അവ അന്തരീക്ഷത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. സ്പേസ് ജങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, അവയുടെ അളവ് വളരെ വലുതാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപേ നമ്മൾ അയച്ചു തുടങ്ങിയ പല പേടകങ്ങളും ഇന്ന് അനാഥപ്രേതങ്ങളായി അവയുടെ അവശിഷ്ടങ്ങൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് സ്പേസിൽ. ഇത് ഭാവിയിൽ നമുക്ക് തന്നെ ദോഷം ചെയ്യുമെന്നതാണ് മറ്റൊരു കാര്യം. ഭാവിയിൽ നടക്കാനിരിക്കുന്ന പല സ്പേസ് ക്രാഫ്റ്റുകളുടെയും സുഗമമായ പര്യവേഷണത്തിന് ഇത്തരം സ്പേസ് ജങ്ക്സ് ഒരു വെല്ലുവിളിയാണ്. കഴിഞ്ഞ മാസം നമ്മൾ ചന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ഇറക്കിയിരുന്നു. ചന്ദ്രൻ്റെ ഉപരിതലവും സ്പേസ് ജങ്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചന്ദ്രൻ്റെ പഠനത്തിനായി പല രാജ്യങ്ങളും അയച്ചിട്ടുള്ള പല പേടകങ്ങളും ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചു തകർന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ ചന്ദ്രൻ്റെ അന്തരീക്ഷത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നുവെന്നാണ് നാസ അഭിപ്രായപ്പെടുന്നത്. 24 വർഷത്തിനു ശേഷം പ്രായമായ നമ്മുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS 2030 ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാസ. ഇത് സ്പേസിൽ ഉപേക്ഷിക്കാതെ ഭൂമിയിൽ ആളൊഴിഞ്ഞ ഏതെങ്കിലും സമുദ്രഭാഗങ്ങളിൽ ഇടിച്ചിറക്കാനാണ് നാസ ലക്ഷ്യമിടുന്നത്. അല്ലെങ്കിൽ ഇതും സ്പേസിൽ ഉപേക്ഷിക്കപ്പെട്ടാൽ സ്പേസ് ജങ്ക് പിന്നെയും കൂടി പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സാറ്റലൈറ്റുകളുടെയും റോക്കറ്റുകളുടെയും പൊട്ടിത്തകർന്ന കഷ്ണങ്ങളെല്ലാം തന്നെ കണക്ക് കൂട്ടിയാൽ 100 ട്രില്യൺ പീസുകളോളം വരുമെന്നാണ് ഏകദേശ കണക്ക്. ഇത് ഞാൻ പോയിട്ട് എണ്ണി നോക്കിയതൊന്നുമല്ലാട്ടോ, നാസയുടെ കണക്കുകളാണ്. ലോ എർത്ത് ഓർബിറ്റിൽ ഏകദേശം 10,000 സാറ്റലൈറ്റുകൾ ഇപ്പോൾ തന്നെയുണ്ട്. ഇനി വരുന്ന 10 വർഷത്തിനുള്ളിൽ ഇത് ഏകദേശം 80,000-അടുത്ത് വരുമെന്നാണ് കണക്ക്. ഇങ്ങനെ വന്നാൽ പലതും തമ്മിൽ കൂട്ടിയിടിക്കാൻ വരെ സാധ്യതയുണ്ട്. ഇതിനൊരു പരിഹാരം കാണാൻ സാധിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ ഭൂമിയിൽ തന്നെ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു റോക്കറ്റ് പോലും വിക്ഷേപിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉടലെടുക്കാൻ സാധ്യതയുമുണ്ട്. എന്തായാലും ഇവയെല്ലാം തന്നെ നാസ പരിഹരിക്കുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.